ഇന്നലെ നമ്മുടെ കരിമ്പുംകാല ചാരി ഇരുന്ന് പറയുന്നത് കേട്ടു. മദ്രസകളിലെല്ലാം റെയ്ഡുകൾ നടത്തണം, മദ്രസയിൽ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയണം എന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ വേറൊരു പ്രഭാഷകൻ, ആ സഹോദരനെ എനിക്കറിയില്ല, അദ്ദേഹം പറയുന്നത് കേട്ടു, ഞാൻ മദ്രസയിൽ പോയിട്ടില്ലെങ്കിലും ബഷീറിനെ വായിച്ചതിലൂടെ, ബഷീറിനെ അറിഞ്ഞതിലൂടെ ആ മദ്രസയുടെ ഒരു ഗുണമറിഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ രണ്ട് വീഡിയോയും നിങ്ങൾ കേട്ടതാണ്. ആ രണ്ടും വേണമെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി അല്പം ഒന്ന് കേൾക്കാം. മദ്രസകളിലും റെയ്ഡ് നടക്കണം. കാരണം ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ലോകത്തിന്റെ പല ഭാഗത്തും ശ്രദ്ധിച്ചാൽ അറിയാം, മദ്രസകളാണ് ആയുധ കലവറകൾ. ഒരു മര്യാദയും ഇനി കാര്യത്തിൽ കാണിക്കണ്ട. ഒരു മതേതര രാഷ്ട്രത്തിൽ ചെയ്യേണ്ടത് എന്താണോ അത് ചെയ്യണം. ഞാൻ മദ്രസയെ പഠിച്ചിട്ടുള്ള ആളല്ല, പക്ഷേ ഇപ്പൊ പല ആൾക്കാരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മദ്രസയിലൊക്കെ തീവ്രവാദം പഠിപ്പിക്കേണ്ടതാണ്. അങ്ങനെയാണ് നാട്ടിലൊക്കെ പ്രചരിപ്പിക്കുന്നത്. ആ പ്രചരണം എന്നെ ബാധിക്കാറില്ല. ഞാൻ മദ്രസയിൽ പഠിച്ചിട്ടില്ല, അവിടെ എന്താ പഠിപ്പിക്കണമെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ, അത് ശരിയാ. പക്ഷേ മദ്രസയിൽ തീവ്രവാദമാണ് പഠിപ്പിക്കുന്നതെന്ന് എന്നോട് എൻ്റെ അടുത്ത് ബസ്സിലിരിക്കുന്ന ഒരാൾ പറഞ്ഞാൽ ഞാൻ അയാളോട് കലഹിക്കും. അതെന്തുകൊണ്ടാണ് എനിക്ക് അതിനുള്ള ഊർജ്ജം എവിടെ നിന്നാണ് കിട്ടിയത്? അത് ഞാൻ സാഹിത്യം പഠിച്ചതുകൊണ്ടാണ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു അന ഉണ്ടായിരുന്നു എന്നുള്ള നോവലിലെ കുഞ്ഞുപാത്തുമ്മ, ആ കുഞ്ഞുപാത്തുമ്മേനെ പഠിച്ചൊരാൾക്ക്, ബഷീറിനെ വായിച്ചൊരാൾക്ക് ഇസ്ലാമിനെ പറ്റി ബഹുമാനവും സ്നേഹവും ആദരവുമല്ലാതെ ഒരിക്കലും തെറ്റായ ഒരു ധാരണ ഉണ്ടാവില്ല. അയാളൊരു മുസ്ലിമായി ജീവിച്ചോളണമെന്നില്ല. പക്ഷെ ഇസ്ലാം മതത്തെപ്പറ്റി ഇസ്ലാമോഫോബിയ ഉള്ള ആൾക്കാർ പറയുന്ന ഒരു കാര്യവും എന്നെ ബാധിക്കാത്തതിൻ്റെ കാരണം ഞാൻ ബഷീറിനെ വായിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ തേന്മാവ് വായിച്ചിട്ടുണ്ട്, ബാല്യകാലസഖി വായിച്ചിട്ടുണ്ട്, ഇന്റുപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു വായിച്ചിട്ടുണ്ട്. മുസ്ലിം ജീവിത പരിസരത്തു നിന്ന് ആ കഥകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. സൂഫി ദർശനമാണ് അതിൻ്റെ അടിത്തറ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഇസ്ലാം മതം എന്ന് പറയുന്നത് എനിക്ക് കൂടി ആകർഷണം തോന്നുന്ന വലിയൊരു ചിന്താലോകമാണ്. കേട്ടല്ലോ, അതിന് അദ്ദേഹം പറഞ്ഞത് എന്താ? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പുസ്തകം വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് അത് മനസ്സിലായി എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ നമ്മൾ ഓരോന്നിൻ്റെയും ഗുണവും ദോഷവും അറിയണമെങ്കിൽ നമ്മൾ അവിടെ പോയി പഠിക്കണമെന്നൊന്നുമില്ല, നമുക്കല്ലാതെ തന്നെ ഇത് മനസ്സിലാക്കാം. ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം, പള്ളിപ്പുരയിൽ പോയി പഠിച്ച ഒരുപാട് മുസ്ലിം സ്ത്രീകളുണ്ട്, സാമൂഹ്യ മാധ്യമത്തിൽ ഇടപെടുന്നവരുണ്ട്, ഡോക്ടർമാരുണ്ട്, സാമൂഹ്യ വിഷയങ്ങളിൽ പ്രതികരിക്കുന്നവരുണ്ട്, രാഷ്ട്രീയ വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്നവരൊക്കെയുണ്ട്. എന്നാൽ ആ മുസ്ലിം പേരുകൾ ഉള്ളതിനോടുകൂടി തന്നെ നമ്മുടെ സംഘികളുടെയും കൃസംഘികളുടെയും പെയ്ഡ് ആളുകളായിട്ടുള്ള ആളുകളുണ്ട്, ജാമിദയെ പോലെ. പിന്നെ അതുപോലെ തന്നെ വേറെന്താ, നുസ്രത് ജഹാനോ എന്നൊക്കെ പറയുന്ന ചില പേരുകൾ പോലെ. പിന്നെ നമ്മുടെ മലപ്പുറത്ത് ആരാണ്ട് ഒരു കൊച്ചുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് ആളുകളൊക്കെ അത്തരം പേരുകാരുണ്ട്. അതിൽ ഈ ജാമിദയൊക്കെ നമ്മൾ മാറ്റി നിർത്തണം. അത് വേറൊരു ക്ലാസ്സാണ്. എന്നാൽ ബാക്കിയുള്ളവർ അവർ ഈ പറഞ്ഞതുപോലെ ആയതിനോടുകൂടി തന്നെ അവർക്ക് ചില പരിമിതികളും വളയവുമൊക്കെ ഉണ്ട്. അത് ഈ മുസ്ലിം പെണ്ണുങ്ങളെ കറുത്ത തുണിയിൽ പൊതിഞ്ഞ് അടുക്കളയിൽ വെച്ച് അല്ലെങ്കിൽ ഇതൊക്കെ കഴിപ്പിച്ച് എന്നൊക്കെ പറഞ്ഞ് വളർത്തിയതിൻ്റെ കുറ്റമൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു മുസ്ലിം സ്ത്രീ, ചിലരൊക്കെ ഉണ്ടല്ലോ, എന്താ ഈ നമ്മുടെ മാഹിയിലൊക്കെ വെള്ളമടിച്ച് തള്ളുന്ന, അതൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ വ്യവസ്ഥയിൽ നിന്നും വെള്ളിയാഴ്ചയിൽ നിന്നും തള്ളപ്പെട്ടവരാണ്. എന്നാൽ ഈ വ്യവസ്ഥയിലും വെള്ളിയാഴ്ചയിലുമൊക്കെ നിന്നുകൊണ്ട് സനാതനി ആണെന്ന് പറയുകയും എന്നാൽ അതിൻ്റെ എല്ലാ കാറ്റഗറിക്കലായിട്ടുള്ള ലക്ഷണവും കാണിക്കുന്ന, ഈ മദ്രസയിൽ പോയതിൻ്റെ അല്ലെങ്കിൽ അതില്ലാത്തതിൻ്റെ ഒരു അഭാവം ചൂണ്ടിക്കാണിക്കുന്ന ചില ഷൈനിങ് സ്റ്റാർസ് ഉണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ. അതിലൊരു ഷൈനിങ് സ്റ്റാറാണ് നമ്മുടെ കോഴിക്കോട് ദൂരദർശനിലോ മറ്റോ ജോലി ചെയ്തിരുന്ന ഒരു ചേച്ചി ഉണ്ടല്ലോ. പ്രസവം തടയാൻ വേണ്ടി പൈപ്പിനകത്തുകൂടി ഗർഭനിരോധന ഉറ കലക്കി വിടണം എന്ന് പറഞ്ഞിട്ടും ഈ പറയുന്ന RSSനെ പ്രതിരോധിക്കുന്ന, BJPയെ പ്രതിരോധിക്കുന്ന കടുത്ത സൈദ്ധാന്തിക ശക്തിയുള്ള കേരളത്തിൽ ഒരു കേസ് പോലും ആകാതെ രക്ഷപ്പെട്ട എന്തോ ഒരു ചേച്ചിയുടെ പേര് ഞാൻ മറന്നുപോയി, രാധാമണിയൊക്കെ. അവരോടൊക്കെ എനിക്ക് ആദരവാണുള്ളത്. കാരണം അവർക്കൊക്കെ അങ്ങനെ പറയാൻ കഴിയുന്നു എന്ന് പറയുന്നത് സാധാരണ മറ്റാർക്കും കഴിയാത്തതാണ്. അതുപോലെ തന്നെ അതേ നുഖത്തിൽ വെച്ച് കെട്ടാവുന്ന ഒരു സനാതനിയെ കഴിഞ്ഞ ദിവസം കണ്ടുമുട്ടി. ഒരു സഹോദരി തന്നെ എനിക്കെടുത്ത് അയച്ചു തന്നതാണ്. ആ സനാതനിയുടെ പേര് ഷൈനി മധുസൂദനൻ എന്നാണ്. ആ സനാതനിയായ അക്കയ്ക്ക് 19K ഫോളോവേഴ്സുണ്ട്.
507 പേര് അത് കൂടാതെ ഫോളോ ചെയ്യുന്നൊക്കെയുണ്ട്. ആ ചേച്ചി RSS എന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരു വലിപ്പവും മഹത്വവും ഒക്കെ പറയുന്നുണ്ട്. സാധാരണ ഈ മുസ്ലിം സ്ത്രീകളും ഉണ്ട് ഇങ്ങനെയൊക്കെ സാമൂഹ്യ മാധ്യമത്തിൽ വരുന്നവർ. അവരുടെ സംഘടനകളുടെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ പറയുമെന്ന് മുജാഹിദ് അല്ലെങ്കിൽ സുന്നി എന്നൊക്കെ പറഞ്ഞ് അവർ ചിലപ്പോൾ ചില കാര്യങ്ങൾ അവതരിപ്പിക്കാനൊക്കെ വരും. ഇതും അതുപോലെ തന്നെ RSSൻ്റെ ഒരു മെച്ചത്തെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത ചേച്ചിയാണ്. ആ ചേച്ചിയുടെ ഒരു പോസ്റ്റ് ഞാൻ കാണാനിടയായി. അതിങ്ങനെയാണ്: ഏതോ പബ്ലിക് ടോയ്ലറ്റിൽ കയറി ഏതോ ഒരുത്തൻ തീർത്ത ലൈംഗിക ദാരിദ്ര്യത്തിൽ തെറിച്ചു വീണ തുള്ളിയിൽ നിന്ന് ഉടലെടുത്ത വാൽമാക്രിക്ക് ഏറ്റവും നല്ല ഗാനരചയിതാവിനുള്ള അവാർഡ് ശിവനേ. എന്നിട്ട് NB അച്ഛൻ പരക്കിഴി, അമ്മ പരക്കിഴി, അക്കുടി മക്കളൊക്കെ പരക്കിഴി, ഭരണത്തിനൊത്ത ഗാനരചയിതാവ്. എഴുതിയേക്കുന്ന ആരാ? സനാതനിയാണ്. ഇങ്ങനെ വേണം ഹിന്ദുക്കളെല്ലാവരോടും ഒന്നിക്കാനെന്നാണ് നമ്മുടെ സെൻകുമാർ സാറ് പറയുന്നത്. അതുകൊണ്ട് സെൻകുമാർ സാറ് നിർബന്ധമായും കണ്ടെത്തി, അല്ലെങ്കിൽ കൃഷ്ണരാജ് സാറോ വല്ലോ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി നിങ്ങൾ അവരെ ചേർത്ത് വെക്കേണ്ടതാണ്. എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു ലൈംഗിക ദാരിദ്ര്യം അവർ പറയുന്നുണ്ട്. സാധാരണ സ്ത്രീകൾക്ക് ആർക്കും മനസ്സിലാവുന്നല്ലേ ഇത്. പബ്ലിക് ടോയ്ലറ്റിൽ കയറി ഏതോ ഒരുത്തൻ തീർത്ത ലൈംഗിക ദാരിദ്ര്യം എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ആർക്കും മനസ്സിലാവത്തില്ല. പബ്ലിക് ടോയ്ലറ്റിൽ നമ്മൾ സാധാരണ പോകുന്ന ഇത്തരം പ്രവൃത്തികൾക്കല്ല. പക്ഷേ ഷൈനി ചേച്ചിക്ക് എന്താ അങ്ങനെ സംഭവിച്ചതെന്നറിയത്തില്ല. മധുസൂദനണ്ണൻ്റെ എന്തെങ്കിലും വീഴ്ചകളാണോ, അതല്ലെങ്കിൽ മധുസൂദനണ്ണനിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള വീഴ്ചകളാണോ, എന്താ സംഭവിച്ചതെന്നറിയത്തില്ല. ഏതായാലും അങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത് എന്ന് വിശ്വസിക്കുകയാണ് ചേച്ചിയുടെ ഒരു പ്രത്യേകത. എന്തൊരു നല്ല സനാതനി എന്ന് നോക്കിയേ, എന്തൊരു നല്ല സനാതന ചിന്തയാണെന്ന് നോക്കിയേ. നമുക്കിഷ്ടമല്ലാത്ത ഒരാൾക്ക് ഒരു അവാർഡ് കൊടുത്തു. ഇപ്പോൾ കേരള സ്റ്റോറിക്ക് അവാർഡ് കൊടുത്തു. അതിന് അവാർഡ് കൊടുത്തപ്പോൾ പലരുമൊക്കെ പ്രതിഷേധിച്ചു. നമ്മുടെ ഇല്ലാത്ത കഥ പറഞ്ഞ് വിദ്വേഷം ഉണ്ടാക്കുന്നതാണെന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഷൈനി മധുസൂദനന് ആ പറയുന്ന പൈതൃക ജന്മപുണ്യത്താൽ വിത്തുകോശത്തിൻ്റെ മഹത്വത്തിൽ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നു എന്നതാണ് അതിലൊരു പ്രധാന കാര്യം. ആരോ നേരത്തെ ഒരു ആത്മഹത്യ ചെയ്ത പയ്യൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു തരത്തിലും ആ ഗണത്തിൽ പെടരുത് എന്ന് പറഞ്ഞത് അന്വർത്ഥമാക്കുന്ന ഒരു സംഗതിയാണിത് കണ്ടത്. പിന്നെ ചേച്ചിയുടെ ഒരു നല്ല ശബ്ദശകലവും കേട്ടു. അതൊന്ന് കേൾക്കാം. ചോദിക്കാറുള്ള ഒരേ ചോദ്യം തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം ചെത്തിക്കളയുന്നത് അശുദ്ധി മാറ്റാനാണെന്നാണ് പറയുന്നത്. ഈ മനുഷ്യൻ ജനിച്ചിട്ട് അറിവില്ലാത്ത പാകത്തില് ശരീരത്തിന്റെ ഓരോ ഭാഗം ചെത്തിക്കളയുന്നത് അത് അശുദ്ധി മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അതിനേക്കാളും വൃത്തികേട് കിടക്കുന്നില്ലേ വയറ്റിനകത്ത്? അപ്പൊ പിന്നെ കുടലല്ലേ വലിച്ചാദ്യം ഒരുക്കി കളയേണ്ടത്? അതിനേക്കാൾ വൃത്തികേടുള്ളത് കൊണ്ട് കുടലല്ലേ വലിച്ചു കളയേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ചേച്ചിയുടെ മൊത്തം പറഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം. വയറിനകത്ത് വൻകുടല്, ചെറുകുടല്, ബാക്കിയുള്ള സംഗതികളൊക്കെ കൂടിയിട്ട് കിടക്കുന്ന ഒരു സംഗതിയാണ് നമ്മുടെ വയറ്. അപ്പൊ ഈ മൂത്രം ഒഴിക്കുന്നത് മാത്രം ചെത്തിക്കളഞ്ഞാൽ മതിയോ? വാട്ട് എ നോൺസെൻസ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ശുദ്ധി വരുത്താനായിട്ട് കീഴ്പ്പെട്ട് പോകുന്ന രണ്ടിന് പോകുന്ന സംഭവം അവിടെ ആ സംഗതികളൊക്കെ ഇല്ലാണ്ടാക്കണ്ടേ? അതല്ലേ ഏറ്റവും വൃത്തികേട്. അതാണ് ചേച്ചിയുടെ ചോദ്യം. ചേച്ചിയുടെ കലിപ്പ് മൊത്തം ഈ ചെത്തിക്കളഞ്ഞ ഭാഗത്തോടാണ്. അതെന്തുകൊണ്ടാണ് എന്നെനിക്കറിയത്തില്ല. എന്തെങ്കിലും ദുരന്തപൂർണമായ ഓർമ്മകൾ അതുകൊണ്ടുണ്ടോ, അതോ മധുസൂദനനോടുള്ള കടുത്ത നിരാശയാണോ ഇത്തരമൊരു ഫ്രസ്ട്രേഷനായി മാറുന്നത്, അതോ വേറെന്തെങ്കിലും തരത്തിലുള്ള ലൈംഗിക ദാരിദ്ര്യമാണോ, എന്താണെന്നറിയത്തില്ല. ഏതായാലും നമ്മുടെ ആരിഫിനൊക്കെ ഒരു കാരണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് മതിയായി, അതിനി വേണ്ട എന്ന് പറഞ്ഞ് 2, 3, 4 പേർ ഇട്ടിട്ട് പോയിട്ടുണ്ട്. എന്നാൽ ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ആരിഫിൻ്റെ പെങ്ങളായി ഒപ്പം കൂടാവുന്നതാണ്. എന്ന് മാത്രമല്ല, കഴുകുന്നതും വൃത്തിയാക്കുന്നതുമൊക്കെ ഇങ്ങനെ ബന്ധപ്പെടുത്തുകയാണെങ്കിൽ ചേച്ചി ഈ 2 പോകുന്ന ഭാഗം കഴുകുന്ന എന്തിനാ? അകത്ത് മൊത്തം ഈ അഴുക്കിരിക്കുമ്പം ആദ്യം അതെല്ലാം എടുത്ത് പുറത്ത് കളഞ്ഞിട്ട് വേണ്ടേ ഈ പുറത്തോട്ടുള്ളത് കഴുകാൻ. നമ്മൾ ഈ പുറത്തോട്ടുള്ള ഭാഗം മുഴുവൻ കഴുകുകയും വൃത്തിയാക്കുകയും ഒന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അകത്തതെല്ലാം ഇരിക്കുമ്പോൾ അങ്ങനെ ഇരുന്നൂടെ? അങ്ങനെയാണ് ചേച്ചിയെ നയിക്കുന്ന ഫിലോസഫിയെങ്കിൽ ഈ മുഖസൗന്ദര്യവും ഈ കണ്ണാടിയും തിളക്കവും ഒക്കെ പുറമേ കാണുന്ന വൃത്തിയും ശുചിത്വവും ഒക്കെ മതിയോ? അയ്യേ, ഛർദ്ദിക്കാൻ വരുന്നു. ഞാൻ നിർത്തുക. ഇനി ഛർദ്ദിച്ചിട്ട് പിന്നെ വീഡിയോ എടുക്കാം.